പണ്ടൊക്കെ ഉണ്ടല്ലോ വീട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ലപോലെ പഠിച്ച് നല്ല ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ വല്ലവൻ്റെയും വീട്ടിൽ അടുക്കള പണി ചെയ്ത് ജീവിക്കണമെന്ന്. എൻ്റെ അമ്മ ഒരു സർക്കാർ ജോലിക്കാരിയായിരുന്നു, ഒരു 9 to 5 ജോബുള്ള ഒരാൾ. രാവിലെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഫീസിലേക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീട്ടിലെ പണികൾ ചെയ്യുന്നു. എൻ്റെ അമ്മ ഓഫ് എടുത്തിരിക്കണമെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പൊതുവെ പുള്ളിക്കാരത്തി എന്നും ബിസി ആയിട്ട് തന്നെയായിരുന്നു. അത് കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല, ജോലിക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്ന സമയത്ത് കാണാൻ വന്ന ആളോട് ഒറ്റ കണ്ടീഷനേ വെച്ചുള്ളൂ: ദൈവത്തെ ഓർത്ത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കരുത്, എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല. പൊതുവേ ഈ 9 to 5 ജോബിനോട് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. രാവിലെ വീട്ടിലെ പണിയെടുത്ത് പിന്നെ അവിടെയും പോയി പണിയെടുത്ത് തിരിച്ച് വീണ്ടും ഇതേ പണികൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണമല്ലോ എന്ന്, അതിലൊരു സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ടായപ്പോൾ എന്ത് ചെയ്യണം തീരുമാനിച്ചപ്പോഴാണ് ഈ ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. പഠിച്ചത് മീഡിയ, വർക്ക് ചെയ്തത് ഹോസ്പിറ്റൽ ഫീൽഡ്, ചെന്നെത്തിപ്പെട്ടത് ബേക്കിങ്ങിലും. കുറച്ച് ആത്മാർത്ഥത ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു വരുമാനം എൻ്റെ പോക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ, ഇതങ്ങോട്ട് പാഷനായിട്ട് മാറി. ഇപ്പം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്.